ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുറത്ത് പോയിട്ടൊന്നും മുഖം ഫേഷ്യൽ ചെയ്യാനോ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ പറ്റാണ്ട് വിഷമിക്കുന്നവർക്കും അതേപോലെ തന്നെ വലിയ വില കൊടുത്ത് ക്രീം വാങ്ങാൻ പറ്റാത്തവർക്കെല്ലാം വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേസ് പാക്ക് തയ്യാറാക്കി ചെയ്താൽ അതേ റിസൾട്ട് തന്നെ കിട്ടും. മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. അപ്പോൾ അതിന് പറ്റിയൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമ്മളെ മുഖം ഒന്ന് മിനുക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഫുൾ വീഡിയോ പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വലിയ പൈസ ചിലവൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ ഉള്ള ചെറിയ ചിലവ് ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം തിളക്കവും നല്ല മിനുസമുള്ളതും യുവത്തുള്ളതും ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പച്ചരിപ്പൊടിയാണ്, വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് 1 ടീസ്പൂണോളം ഞാൻ എടുത്തത്. പിന്നെ പുട്ടിൻ്റെ പൊടി, തരിതരിപ്പുള്ള പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്. നല്ല പൗഡേർഡ് ആയിട്ടുള്ള അരിപ്പൊടി തന്നെ എടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണ്. ആട്ടപ്പൊടി ആയാലും സാരയില്ല. 1 ടീസ്പൂണോളം ഗോതമ്പിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് വേണ്ടത്. നല്ല കട്ട തൈര്, പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈരാണ് വേണ്ടത്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളീൻ്റെ ജ്യൂസാണ്. തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൈരിന് പകരം പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, നോർമൽ സ്കിന്ന്, അങ്ങനെ ഓരോരോ സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് പാലാ സൂട്ടാകുന്നതെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ല തൈരാണെങ്കിൽ അത് ആഡ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം റോസ് വാട്ടറാണ്. അത് ഓപ്ഷണലാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക എന്നാണെങ്കിൽ നല്ലതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ വെള്ളം ഫസ്റ്റ് തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കുക. അതൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖത്ത് സ്റ്റിക്കായി നിൽക്കണം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം 1-2 തുള്ളി എന്ന് വേണമെങ്കിൽ പറയാം ചെറുനാരങ്ങേൻ്റെ നീര് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർ ചോദിക്കാറുണ്ട് ചെറുനാരങ്ങ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ ഫേസിന് കേടല്ലേ, സ്കിന്നിന് കേടല്ലേ എന്ന്. ഒരു പ്രശ്നവുമില്ല. ഡയറക്റ്റ് ഫേസിലേക്ക് ചെറുനാരങ്ങ ഇട്ട് ഉരയ്ക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ഫേസ് പാക്കുകളിൽ അതിൻ്റെ നീരൊഴിച്ച് മിക്സ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഫേസിലൊന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം 25 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാം. സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡ്രൈ ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. കാരണം അത് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ ഈ രോമെല്ലാം ഫേസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് ഒരു 25 മിനിറ്റ്സ് അല്ലെങ്കിൽ നല്ലോണം അങ്ങ് പറ്റിപ്പോകാത്ത രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് റിസൾട്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട്, വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പുറത്ത് പോയിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമായിട്ട് സംഭവിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിലൂടെ വന്ന് അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മുഖത്തുള്ള പ്രശ്നത്തിന് വേണ്ടുന്ന വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ സ്കിന്നിന് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യരുത്. ഒരുപാട് ഡിഫറെൻറ്റ് ഫേസ് പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ മുഖത്തിന് സൂട്ടാകുന്നത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിരിക്കില്ല കേട്ടോ. ഇതൊരു 24 അവേഴ്സ് മാത്രമേ ഈ ഒരു ഗ്ലോ ഉണ്ടാവും. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടി വരും. അതുപോലെ ചെയ്യുന്ന സമയത്ത് അരിപ്പൊടി ശ്രദ്ധിക്കേണ്ടത് തരിതരിപ്പുള്ള അരിപ്പൊടി എടുത്താൽ അത് സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ ആഴ്ചയിൽ 2 കൂടുതൽ മാക്സിമം 2 അതിൽ കൂടുതൽ ഒരിക്കലും മുഖത്ത് സ്ക്രബ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അരിപ്പൊടീൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.